മദ്രസയിൽ വിദ്യാർത്ഥികൾ ഖുറാനിനൊപ്പം ഗീതയും വായിക്കട്ടെ. ഗീത എന്നത് ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് എല്ലാ ജീവിതത്തെയും നയിക്കുന്ന തത്വചിന്ത. മധ്യപ്രദേശിലെ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ മദ്രസ വിദ്യാർത്ഥികളോട് ഗീത വായിക്കാൻ ആവശ്യപ്പെടുമ്പോൾ പറയുന്ന വാചകമാണിത്. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ഒരു മദ്രസയിലെ വിദ്യാർത്ഥികളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ഖുറാനിനൊപ്പം ഭഗവത്ഗീതയും വായിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. അത് അവരുടെ പാതയെ കൂടുതൽ കളർഫുള്ളാക്കാൻ, പ്രകാശിപ്പിക്കാനൊക്കെ സാധിക്കും എന്നാണ് ഈ IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. ഒരാളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വഴിയിലുണ്ടാകുന്ന തടസ്സങ്ങളെയൊക്കെ മറികടക്കുന്നതിന് നമുക്ക് ഏറ്റവും ആവശ്യം അച്ചടക്കമാണ്. യഥാർത്ഥ വിശ്വാസത്തിന്റെ വഴി, അതായത് ഒരാളുടെ വിജയത്തിന് 3 തലങ്ങളാണുള്ളത്. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തി. സ്വപ്നാവസ്ഥയിൽ നിന്ന് ഒരാൾ എപ്പോഴാണോ ജാഗ്രതാവസ്ഥയിൽ, അത് അറിവിലൂടെ എത്തുന്നത്, അപ്പോൾ മുതലാണ് ഒരാളുടെ ആത്മീയ പരിശീലനത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം ഉണ്ടാവുക എന്നാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. ജാഗ്രതാവസ്ഥ ഉള്ളപ്പോഴാണ് നമുക്ക് പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും ലക്ഷ്യങ്ങൾ നേടാനുമുള്ള യഥാർത്ഥ ശക്തി വിശ്വാസത്തിലൂടെ ഒരു വ്യക്തിയിൽ എത്തിപ്പെടുക എന്ന് ഭഗവത്ഗീത നമുക്ക് പറഞ്ഞു തരുന്നു. പ്രപഞ്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഗീത നൽകുന്നത്. പ്രപഞ്ചത്തിൽ എല്ലാം പരസ്പരം ബന്ധിതമാണ് എന്നും എല്ലാ ജീവജാലങ്ങളും ഒരു വലിയ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നും ഗീത പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുറാനിനൊപ്പം ഗീത പഠിപ്പിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഗീത പഠിച്ചതുകൊണ്ട്, വായിച്ചതുകൊണ്ട് ഒന്നും നഷ്ടമാകാൻ പോകുന്നില്ല ഒരുവന്. മറിച്ച് ജീവിതത്തിൽ കൂടുതൽ വിജയങ്ങൾ നേടാനും ജീവിതത്തിലെ തടസ്സങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാനും ഒരുവനെ പ്രാപ്തനാക്കുന്ന ഒരു തത്വചിന്ത നിറഞ്ഞ ഗ്രന്ഥമാണ്, വെറും മതഗ്രന്ഥമല്ല ഭഗവത്ഗീത. മദ്രസയിലെ മൗലാന സാഹിബ്, ഇദ്ദേഹത്തെ ഈ IPS ഉദ്യോഗസ്ഥന്റെ ഒരു പഴയ സുഹൃത്താണ്. റിപ്പബ്ലിക് ദിനത്തിൽ മദ്രസയിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യണം എന്ന് ഈ IPS ഉദ്യോഗസ്ഥനോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തെ ഇദ്ദേഹം അഭിനന്ദിച്ചു. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്രീയ വീക്ഷണം, സഹിഷ്ണുത, ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ബോധം ഉള്ളിൽ വളർത്തിയെടുക്കാൻ ഈ കുട്ടികളോടും അവരുടെ അധ്യാപകരോടും ഇദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. 1994 ബാച്ച് IPS ഉദ്യോഗസ്ഥനാണ് രാജ ബാബു സിംഗ്. അദ്ദേഹം നൂറ്റാണ്ടുകളായി അറിവ് പകർന്നു നൽകുന്ന ഖുറാനിനൊപ്പം ഭഗവത്ഗീതയും പഠിക്കുക എന്ന് വിദ്യാർത്ഥികളോട് പറയുന്നതിന് ആർക്കും ഒരു എതിർപ്പോ അല്ലെങ്കിൽ അതിനെ അവരൊരു മറ്റൊരു രീതിയിലോ ഒന്നും കണ്ടിട്ടില്ല എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. കാരണം അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഭഗവത്ഗീത എന്ന് പറയുന്നത് ജീവിത വിജയത്തിന് ഉതകുന്ന ഗ്രന്ഥമാണ് എന്നാണ്. കാശ്മീരിൽ BSF ഇൻസ്പെക്ടർ ജനറൽ ആയിരുന്ന സിംഗ് ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ് എന്നും കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള അതിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തേണ്ടത് അവരുടെ കടമയാണ് എന്നും വിദ്യാർത്ഥികളോട് പറഞ്ഞു. നേരത്തെ മധ്യപ്രദേശിലെ എല്ലാ പോലീസ് പരിശീലന സ്കൂളുകളിലും പരിശീലനാർത്ഥികൾക്കായി ഭഗവത്ഗീതയുടെയും അതുപോലെ രാമചരിതമാനസിന്റെയും ഒക്കെ പാരായണ സെഷനുകൾ സംഘടിപ്പിക്കാൻ സിംഗ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സത്യത്തിലും നീതിയിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ, ഒരു പ്രൊഫഷൻ നയിക്കാൻ അവരെ സഹായിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ഈ പ്രസ്താവനയെ പലരും അനുകൂലിച്ചും പിന്തുണച്ചും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗീത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് ജീവിതത്തെ നയിക്കുന്ന ഒരു തത്വചിന്തയാണ്. ഗീത ആത്മവിശ്വാസം, സാമൂഹിക ഐക്യത്തെക്കുറിച്ചുള്ള അറിവ്, അനീതിക്കും കുറ്റകൃത്യത്തിനുമെതിരെ പോരാടാനുള്ള പ്രവണത വളർത്തിയെടുക്കൽ എന്നിവ നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഗീത ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ല, എല്ലാ സമൂഹത്തിനും വഴികാട്ടിയായ ഒരു ഗ്രന്ഥമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.